നട്ട് ക്രാക്കർ. ഒരു ദിവസം മഞ്ഞു പെയ്യുന്ന ക്രിസ്മസ് നേരത്ത് വലിയ നീല കതകിൽ ആരോ മുട്ടി. ക്ലാര, അവിടെ ആരാ വന്നേന്ന് നോക്കൂ. ക്ലാര ആകാംക്ഷയോടെ പടികളിറങ്ങി. അവൾ സ്പെഷ്യലായി ആരോ വന്നു എന്ന് പ്രതീക്ഷിച്ചു. അതൊരു സ്പെഷ്യൽ ആള് തന്നെയായിരുന്നു. ഓ, അങ്കിൾ ജാക്ക്. മേരി ക്രിസ്മസ് കുഞ്ഞേ, മേരി ക്രിസ്മസ്. ഞാനിപ്പോൾ കുഞ്ഞല്ല അങ്കിൾ. അതിലൊന്നും കാര്യമില്ല മോളെ, നീ എപ്പോഴും എന്റെ കുഞ്ഞു രാജകുമാരി തന്നെയല്ലേ. പക്ഷെ എനിക്ക് തോന്നുന്നു നീ ശരിയാണെന്ന്. നീ അങ്ങ് വളർന്നു പോയല്ലോ കൊച്ചേ. ഞാൻ നിന്റെ ക്രിസ്മസ് കളിപ്പാട്ടങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോവാം. ഓ, ഞാൻ പറഞ്ഞത് മറന്നുകളാ. ഞാൻ കുഞ്ഞാണ്. കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടാക്കി തന്ന ബാലറീന പോലെ ചെറുതാ. അങ്കിൾ ജാക്ക് ഒരു കളിപ്പാട്ടം ഉണ്ടാക്കുന്ന ആളായിരുന്നു. എല്ലാ വർഷവും നല്ല നല്ല കളിപ്പാട്ടങ്ങൾ ക്ലാരയ്ക്കും ഫ്രിറ്റ്സിനുമായി ഉണ്ടാക്കുമായിരുന്നു. ക്ലാരയ്ക്ക് അവളുടെ കളിപ്പാട്ടങ്ങളെ ജീവനായിരുന്നു. അവൾ അതിനെ സൂക്ഷിച്ച അലമാരിയിൽ വെച്ചിരുന്നു. അവളുടെ കയ്യിൽ ടീൻ സോൾജേഴ്സ്, ഒരു പൈററ്റ്, ബാലറീന, ഹോഴ്സ് റൈഡേഴ്സ്, ടാങ്ക്സ്, മോൺസ്റ്റർ ട്രക്സ്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. മറുവശത്തോ ഫ്രിറ്റ്സ് ഒരിക്കലും അവന്റെ കളിപ്പാട്ടങ്ങൾ സൂക്ഷിക്കില്ലായിരുന്നു. അവന്റെ പാവകൾ എപ്പോഴും തറയിൽ കിടക്കുമായിരുന്നു. ഈ വർഷം എനിക്ക് ഏത് കളിപ്പാട്ടമാണ് ഉണ്ടാക്കിയത് അങ്കിൾ? ഓ, ഞാൻ ഈ വർഷം നിനക്കായി വളരെ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രിറ്റ്സ്. പക്ഷെ ഇന്ന് രാത്രി വരെ കാത്തിരുന്നേ പറ്റൂ നീ കളിപ്പാട്ടങ്ങൾ കാണാൻ. ഓ അങ്കിൾ, പ്ലീസ്, രാത്രിയാകാൻ സമയമുണ്ട്. പ്ലീസ് പ്ലീസ്, ഇപ്പോൾ തുറന്നു കാണിക്കൂ. നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളെ എതിർക്കില്ല എന്ന്. ശരി, എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ക്രിസ്മസ് രാത്രി ഒരു മായാജാലമാകുമെന്ന്. ഓ അങ്കിൾ, ഞങ്ങൾ അത്ര ചെറുതല്ല. ഞങ്ങൾക്കറിയാം മായാജാലം എന്നൊന്നും ഇല്ല എന്ന്. ഓ, അങ്ങനെ തറപ്പിച്ച് പറയരുത് മകളെ, ഇത് ക്രിസ്മസ് ആണ്. ഓ, നിങ്ങളുടെ കാര്യം കേട്ട് ഞാൻ ഉറങ്ങിപ്പോയി. ഇനിയെങ്കിലും സമ്മാനങ്ങൾ തുറക്കാമോ? ഷുവർ, ഇത് നിന്റേതാണ്, പിന്നെ ഇത് നിനക്കും. ഫ്രിറ്റ്സ് അവന്റെ സമ്മാനം തുറന്നതും അവൻ അതിനകത്ത് ഒരു എലി സൈനികനെ കണ്ടു. അതിന്റെ പല്ലുകൾ വെളിയിൽ തള്ളിയിരിക്കുന്നുണ്ടായിരുന്നു. ഇത് സത്യത്തിലുള്ളതുപോലെ തന്നെ. ക്ലാര, ഇത് കണ്ടോ? ഇവൻ ഇപ്പോ ഒരു യുദ്ധം കഴിഞ്ഞു വന്ന പോലെയുണ്ട്. പക്ഷെ ക്ലാര അതൊന്നും കേട്ടില്ല. അവൾ അവളുടെ കളിപ്പാട്ടത്തെ നോക്കിക്കൊണ്ടിരുന്നു. അതൊരു നട്ട് ക്രാക്കർ ആയിരുന്നു. അതിനൊരു വലിയ തത്തമ്മയെ പോലെ മൂക്കുണ്ടായിരുന്നു, അതും അവന്റെ ശരീരത്തെക്കാൾ വലിയ തലയിൽ. പക്ഷേ എന്തോ ഒരു കാര്യം ആ കളിപ്പാട്ടത്തിൽ വ്യത്യസ്തമായിരുന്നു. ക്ലാരയ്ക്ക് അവനിൽ നിന്നും കണ്ണുകൾ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്തു വിരൂപമായ കളിപ്പാട്ടം! ആരും വിരൂപരല്ല ഫ്രിറ്റ്സ്, ഇവൻ കാണാൻ വ്യത്യസ്തനാണ്. നീ ഉദ്ദേശിച്ചത് വിരൂപം. വ്യത്യസ്ത എന്ന് വെച്ചാൽ വിരൂപം എന്നല്ല ഫ്രിറ്റ്സ്. എന്റെ നട്ട് ക്രാക്കർ വിരൂപമല്ല. ഓ, വഴക്കിടാതെ കുട്ടികളെ, അവൾ ശരിയാണ് പറയുന്നത് ഫ്രിറ്റ്സ്. വ്യത്യസ്തം എന്ന് വെച്ചാൽ വിരൂപനെന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് ഈ കളിപ്പാട്ടം കൊണ്ടുവന്നത് ക്ലാര. എനിക്കറിയാമായിരുന്നു നിനക്കിത് ഇഷ്ടമാകുമെന്ന്. അവന്റെ വലിയ തലയും നീണ്ട മൂക്കും. അവനൊരു ധൈര്യശാലിയാണ്. അവനെ കാണാൻ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. എന്താണ് പറയുന്നത്? ഓ, ഒരു കഥയാണോ? ഞങ്ങൾ കൂടി പറഞ്ഞു തരൂ. ഓഫ് കോഴ്സ്, വരൂ, നമുക്ക് ഇരിക്കാമെന്നേ. ഇനി ശ്രദ്ധിച്ചു കേക്കൂ. ഒരിടത്ത് ഒരു റാണി ഉണ്ടായിരുന്നു. അവർക്ക് കൊട്ടാരം എപ്പോഴും വൃത്തിയാക്കി വെക്കണമായിരുന്നു. അവർ ഒരു കണ്ണാടിയും ഫാനും കൊണ്ട് നടന്നിരുന്നു. അവരുടെ മുഖത്തിൽ ഒരു പ്രത്യേക പ്രകാശം തന്നെയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഒരു ഭാഗ്യം കെട്ട നേരം പാവം വേലക്കാരി കാൽ വഴുതി വീണു. മേശയ്ക്ക് പിറകിലെ ഭിത്തി എല്ലാം ക്രീമും കൊണ്ട് നിറഞ്ഞു. ക്വീനിന് ദേഷ്യം വന്നു. ഉറക്കെ അവൾ അലറി ചൂടായി. നിനക്ക് എന്റെ കൊട്ടാരത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്താൻ എങ്ങനെ ധൈര്യം വന്നു? കാവൽക്കാരാ, ഇവളെ പുറത്തേക്ക് കളയൂ. ഇത് കേട്ട് ആ വേലക്കാരിക്ക് ദേഷ്യം വന്നു. നീ നിന്നെ കുറിച്ച് മാത്രം വിചാരിക്കുന്നു. നിനക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്ക് വേണ്ടി നീ ചിന്തിക്കാറേയില്ല. നീ മനസ്സിലാക്കുന്നില്ല സൗന്ദര്യം മാത്രമല്ല എല്ലാം എന്നുള്ളത്. നീ ഈ ദിവസം വന്നതിൽ ഖേദിക്കും. ഇനി നീ കണ്ടോ, ഞാൻ നിന്നെ ശപിക്കുന്നു റാണി. നിന്റെ മൂക്ക് നീണ്ടും തല വലുതായും പോകും. നീ ഏറ്റവും കടുപ്പമേറിയ നട്ട് പൊട്ടിക്കുമ്പോഴേ നിനക്ക് നിന്റെ പഴയ രൂപത്തിലാകാൻ പറ്റൂ.
റാണി അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഓഹോ, അയ്യോ, എന്റെ മുഖം. ഞാൻ ഇനി എന്ത് ചെയ്യണം? എനിക്ക് എങ്ങനെ നട്ടു പൊട്ടിക്കണമെന്നറിയില്ലല്ലോ. ഞാൻ എങ്ങനെ കട്ടിയുള്ള നട്ടു പൊട്ടിക്കും? അപ്പോൾ തന്നെ നട്ട് ക്രാക്കർ അവിടെ വന്നു. ഓ, പക്ഷെ എനിക്ക് സാധിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം റാണി. അപ്പോൾ ആ നട്ട് ക്രാക്കർ ഏറ്റവും കട്ടിയുള്ള നട്ട് പൊട്ടിച്ചു. അപ്പോൾ തന്നെ ആ ശാപം മാറിപ്പോയി. പക്ഷേ അയ്യോ, എന്റെ മുഖത്തിനെന്ത് പറ്റി? നട്ട് ക്രാക്കറിന്റെ മൂക്ക് നീണ്ടുപോയി. അവന്റെ തല വലുതായി പോയി. പക്ഷേ റാണിക്ക് അത് ബോധിച്ചില്ല. ഓ, നീ വളരെ വിരൂപനാണ്. എന്റെ സുന്ദരമായ കൊട്ടാരത്തിൽ ഇനി നിന്റെ ആവശ്യമില്ല. പൊക്കോ. അങ്ങനെ ആ നട്ട് ക്രാക്കറിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ അത് ശരിയല്ല. റാണി വളരെ ദുഷ്ടയാണ്. ശരിയാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ നിന്റെ നട്ട് ക്രാക്കർ അങ്ങനെ എന്തുകൊണ്ടാണെന്ന്? അവളുടെ അല്ല, എനിക്ക് വേണം ആ നട്ട് ക്രാക്കറെ ഇപ്പോൾ. പക്ഷെ നിനക്ക് അവനെ ഇഷ്ടമില്ലായിരുന്നു. ഇത് അങ്കിൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. നീ നിന്റെ പാവകൾ സൂക്ഷിക്കാറില്ല. പക്ഷെ ഫ്രിറ്റ്സ് അത് കാര്യമാക്കിയില്ല. അവൻ ആ പാവ വേണമായിരുന്നു. അവൻ അതിനുവേണ്ടി വഴക്കിടാൻ തുടങ്ങി. അവർ രണ്ടുപേരും പാവയെ പിടിച്ചു വലിച്ചു. നട്ട് ക്രാക്കറിന്റെ കൈ പറഞ്ഞു വന്നു. ഫ്രിറ്റ്സ് ആ പാവയെ വിട്ടു. എന്നോട് ക്ഷമിക്കൂ ക്ലേര. അയ്യോ, എന്റെ നട്ട് ക്രാക്കർ. ഓ എന്റെ കുട്ടികളെ, ഇന്ന് ക്രിസ്മസ് ആണ്. മായാജാലത്തിന്റെ സമയം. പേടിക്കണ്ട, ഇവൻ ഒരു കുഴപ്പമില്ല. ഞാൻ ശരിയാക്കാം. പക്ഷെ നിങ്ങൾ ഇവനെ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ രാത്രി മുഴുവൻ വെക്കണം. ഓക്കേ? എന്നാലേ മായാജാലം സംഭവിക്കൂ. ഇനി പിടിക്കൂ. ഞാൻ എന്നാ പോകുക. നിന്റെ നട്ട് ക്രാക്കറിനെ സൂക്ഷിച്ചു വെക്കണം ക്ലാര. ഈ വീട്ടിൽ ചില മായാജാലത്തിന് സമയമായി. ആ രാത്രി ക്ലാരയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവൾ അവളുടെ നട്ട് ക്രാക്കറിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നു. അവസാനം അവൾ പാവയുടെ അടുത്ത് പോയി അതിനെ കെട്ടിപ്പിടിച്ചു. അവൾ അവനെ മടിയിൽ വെച്ച് ഉറക്കാൻ പോയി. കുറച്ചു സമയം കഴിഞ്ഞു അവൾ ഒരു ശബ്ദം കേട്ടു. അവൾ നോക്കാൻ കണ്ണു തുറന്നതും അവൾ കണ്ടു എലി സൈനികന് ജീവൻ വെച്ചുവെന്ന്. അവൻ വാളെടുത്ത് ക്ലാരയുടെ അടുത്തേക്ക് വന്നു. ഉടൻ തന്നെ കുറെ എലികൾ അവന്റെ പിറകിലെത്തി. എല്ലാവരും അവനെ ആക്രമിക്കാൻ തുടങ്ങി. എലികളെ പേടിപ്പിക്കാൻ അവൾ എഴുന്നേറ്റ് നിന്നു. അവൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് അവൾ എലിയുടെ അത്രയും ചെറുതായിരുന്നുവെന്ന്. അവൾ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആ നട്ട് ക്രാക്കറിന് ജീവൻ വെച്ചു. ഓ നോ, ക്ലേര! അവൻ അവളുടെ മുറിയിലേക്ക് പോയി അവളുടെ അലമാരയ്ക്ക് മുന്നിലെത്തി. ശ്രദ്ധിക്കൂ, ക്ലേര ആപത്തിലാണ്. നമ്മൾക്ക് അവളെ സഹായിക്കണം. വരൂ, ഫോളോ മീ. എല്ലാവരും ക്ലാരയെ രക്ഷിക്കാൻ പടിയിറങ്ങി ചെന്നു. അവർ അവിടെ എത്തിയതും എലികളും പാവകളും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി. ക്ലാര ഓടി ക്രിസ്മസ് ട്രീയുടെ പിറകെ ഒളിച്ചു. പാവകൾ ധൈര്യത്തോടെ പൊരുതി. പക്ഷേ എലികൾക്കെതിരെ കുറച്ച് പാവകളെ ഉണ്ടായിരുന്നുള്ളൂ. നട്ട് ക്രാക്കറിന് മുഴുവനായി പരിക്കേറ്റിയിരുന്നു. പതുക്കെ എലികൾ അവനെ വലഞ്ഞു. ഓ നോ, എന്റെ നട്ട് ക്രാക്കർ. എല്ലാ എലികളും അവരുടെ നേതാവ് താഴെ വീണത് കണ്ട് ഓടിപ്പോയി. അങ്ങനെ പാവകൾ യുദ്ധം ജയിച്ചു. ഓ നട്ട് ക്രാക്കർ, നോ, പ്ലീസ് പ്ലീസ് കണ്ണു തുറക്കൂ, പ്ലീസ്. അവൾ കരഞ്ഞതും ക്രിസ്മസ് ട്രീ വെളിച്ചം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. എന്ത്? പെട്ടെന്ന് തന്നെ നട്ട് ക്രാക്കർ ഒരു രാജകുമാരനായി മാറി. നീ ആരാണ്? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നട്ട് ക്രാക്കർ. നീ എന്നെ ശാപമുക്തനാക്കി ക്ലേര. നീ എന്റെ നീണ്ട മൂക്കും തലയിലുള്ളിലെ സൗന്ദര്യവും മനസ്സിലാക്കി. ക്ലാര എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ പിയാനോ ഒരു നല്ല രാഗം വായിക്കാൻ തുടങ്ങി. പിന്നീട് സംഭവിച്ചതെല്ലാം മായാജാലമായിരുന്നു. എല്ലാ സാധനങ്ങളും അവരുടെ ചുറ്റും പറന്നു. ക്ലാര, നീ ഇവിടെയാണോ രാത്രി മുഴുവൻ കിടന്നത്? ഓ ഓ, എല്ലാ എലി സൈനികരും എവിടെയാ? എന്റെ നട്ട് ക്രാക്കർ എവിടെയാ? അവൻ നിന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ ക്ലാര. പിന്നെന്താണ് പ്രശ്നം മോളെ? എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓ ക്ലാര, നീ ഈ ട്രീയുടെ താഴെയാണോ രാത്രി മുഴുവൻ ഉറങ്ങിയത്? അങ്കിൾ, നട്ട് ക്രാക്കർ അവനൊരു യുവരാജകുമാരനാണ്. അവന് രാത്രി ജീവൻ വന്നു. എലി സൈനികരും അവർ യുദ്ധം ചെയ്തു. അവസാനം എല്ലാ കാൻഡീസും ഡാൻസ് ചെയ്തു.
കാൻഡീസ് ഡാൻസ് ചെയ്തു, എലികൾ യുദ്ധം ചെയ്തു. ഓ, വല്ലാത്ത നാണക്കേടായി. ഞാൻ അവളുടെ പാവ നശിപ്പിച്ചു. അവൾക്കിതാ വട്ടായി. ക്ലാര, നീ നിന്റെ നട്ട് ക്രാക്കറെ അലമാരിയിൽ സൂക്ഷിച്ചു വെക്ക്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ മോളെ. ശരി അങ്കിൾ. ക്ലാരെ ആരും വിശ്വസിച്ചില്ല എന്ന കാര്യത്തിൽ അവൾക്ക് വിഷമമില്ലായിരുന്നു. അവൾക്കറിയാമായിരുന്നു ഒരു ദിവസം അവളുടെ നട്ട് ക്രാക്കർ അവളെ തേടിയെത്തുമെന്ന്. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു ഒരു ദിവസം അവൾ വലുതാവുമ്പോൾ അവളുടെ രാജകുമാരനോടൊപ്പം അവൾ സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. മുകളിൽ അവളുടെ മുറിയിൽ അവൾ നട്ട് ക്രാക്കറെ സൂക്ഷിച്ച് അലമാരയിൽ വെച്ചു. അവൾ ഫാമിലിയോടൊപ്പം ചെന്നു ചേർന്നു. എന്തായാലും ക്രിസ്മസ് അല്ലേ, മായാജാലത്തിന്റെ സമയം.